രവി പോടാ പോനെ. അവന് ചേച്ചിയുടെ മാച്ചിലേ കിട്ടിയുള്ളൂ വരാൻ. ഇത് ഇച്ചിരി കിട്ടാൻ ഭയങ്കര പുളിക്കും ചേട്ടാ. ഇതിന് ഉടമസ്ഥ വേറെ ഉണ്ട്. കാത്തു സൂക്ഷിച്ച് വെച്ചേക്ക. അതാർക്കും കൊടുക്കൂല. അതാ ഉടമസ്ഥനറിയാം. അതങ്ങനെ ആർക്കും ഞാൻ കൊടുക്കൂലെന്ന്. അത് ഒരേ ഒരു ഉടമസ്ഥനേ ഉള്ളൂ കേട്ടോ. ആർക്കാന്നറിയോ? ആ ഒരു സാധനം ഒരു ഉടമസ്ഥന് മാത്രമേ ഉള്ളൂ. ആ ഉടമസ്ഥന് തന്നെ നല്ല വിശ്വാസം കൊടുക്കില്ല എന്ന്. അതുകൊണ്ട് വേറെ ആർക്കും കിട്ടില്ല. ആ ഉടമസ്ഥന്റെ അയ്യോ അയ്യ ഭാഗ്യവാൻ അയാൾ. അയ്യോ ഇതിപ്പൊ തുടങ്ങിയേക്കണ ഒരു ഉടമസ്ഥനാ. പഴയ ഉടമസ്ഥന ഉണ്ട്. ഇപ്പോൾ 100% സത്യം ഞാൻ കൊടുക്കാറില്ല കേട്ടോ. എൻ്റെ ശരീരത്തിലെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും. ഞാൻ സത്യം ഞാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാലോ. ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയട്ടെ. ഓക്കെ, എൻ്റെ തല പൊട്ടിത്തെറിച്ച് പോണ സത്യം. ഞാൻ കിടന്ന കിടപ്പിൽ ഞാൻ മരിച്ചു പോയിക്കോട്ടെ. എൻ്റെ നിങ്ങളൊന്നും മൊത്തം ഞാൻ പബ്ലിക്കിന് മുന്നിൽ ഞാൻ പറയാം. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു മിനിറ്റ്. അപ്പം ഞാൻ എന്താ പറയണ്ട. അപ്പം ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് കാര്യം പറയാം. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. ഇല്ലാത്തവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെല്ലാവരും വിചാരിക്കും ബിജെജിക്ക് ശരിക്കും എന്താ തൊഴിലെന്ന്. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. നിങ്ങൾ എങ്ങനെ എടുക്കും? എന്തായാലും ഞാൻ ഓപ്പൺ മൈൻഡായിട്ട് ഞാൻ തെറ്റിയതെന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ദുബായിൽ ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മസാജ് സെൻ്ററിൽ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടി ആയിരുന്നു. അല്ലെന്നല്ല, ആയിരുന്നു. 3 വർഷത്തിന് ഇപ്പോൾ ഒന്ന് 3 വർഷത്തിന് മുന്നേ ഒരു ഏകദേശം 2-3 വർഷമായി. 3 വർഷത്തിന് മുന്നേ ഞാൻ സ്പായിൽ വർക്ക് ചെയ്തൊരു പെൺകുട്ടിയായിരുന്നു. അത് ഞാൻ എല്ലാവരും കൂടെ പറയാം, സത്യസന്ധമായിട്ട് പറയാണ്, ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി, ഞാൻ സ്പാ ഫീൽഡ് നിർത്തി. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരാളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് എടുത്തിരുന്നൊരു സ്പാ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തോടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പിന്നെ എൻ്റെതായ കസ്റ്റമേഴ്സിന് ഞാൻ മസാജ് ചെയ്യും. മസാജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ രീതിയിലുള്ള ഹാപ്പി. ഒരിക്കലും ഞാൻ എൻ്റെ ശൈലി ഞാൻ കൊടുത്തിട്ടില്ല. അത് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക്, ആ വ്യക്തിക്ക് 100% എന്നെ നല്ല വിശ്വാസമാണ്. ഞാൻ അയാളെ ചതിക്കത്തുമില്ല. ഇഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ പറയുക, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞാൻ പലതും പറയും. മനസ്സിലായോ? ഓക്കെ, എൻ്റെ തൊഴിൽ എന്താണെന്ന്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്താണ് കസ്റ്റമർ വരുമ്പോൾ അവർക്ക് എന്ത് ഹാപ്പിനെസ്സാണ് ഞാൻ കൊടുക്കുന്നത് എനിക്ക് നിങ്ങളോട് പുറത്തു വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വേറെ രീതിയിലുള്ള എന്താ പറയുക, വേറെ രീതിയിലുള്ള ഹാപ്പിനെസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന് ശരീരം കൊടുക്കണമെന്നൊന്നുമില്ല. ഒരു പെണ്ണിൻ്റെ മുലയും പൂറും കൊടുക്കണമെന്നൊന്നുമില്ല. ഞാൻ കൊടുക്കത്തുമില്ല, കൊടുക്കുകയില്ല, ചോദിച്ചിട്ടുമില്ല. കസ്റ്റമർ എന്നോട് ചോദിക്കാറുണ്ട് ഫുഡ് സർവീസിൻ്റെ കേസ്. ഞാൻ പറയും, ചേട്ടാ ഞാൻ എടുക്കാറില്ല, വേറെ ഒന്നും ഉണ്ടല്ല ഏട്ടാ, എനിക്കിവിടെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ടാണ്. ഞാൻ വേണമെങ്കിൽ ചേട്ടൻ ഞാൻ വേറെ ആളെ മാറ്റി തരാം. അപ്പോൾ ഇവിടെ പറയും ടാബ് ഉണ്ടോയെന്ന് ചോദിക്കും, ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിക്കും. ഞാൻ പറയും ചേട്ടാ ഞാൻ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറയും. അപ്പം നമ്മൾ എന്താക്കും, അവൻ്റെ അടുത്തിരിക്കും. അവൻ്റെ അടുത്തിരുന്ന് നല്ല രീതിയിൽ കസ്റ്റമറിനോട് നമ്മൾ സംസാരിച്ചാൽ അവർ പറയും നമുക്ക് വേറെ പെണ്ണ്. ഞാൻ പറയും ചേട്ടാ ഇതാണ് പെണ്ണ്. അപ്പോൾ എന്നോട് കൊള്ളാമോ? നമ്മൾ ചേട്ടാ ഇത് നല്ല പെണ്ണാണ്, ചേട്ടൻ എടുത്തോ, നല്ല സർവീസും ചേട്ടൻ ഇഷ്ടപ്പെട്ട രീതിയിലെല്ലാം ചേട്ടൻ ചെയ്തു തരും, ഇതെടുത്തോ. ഷുവർ? സത്യം? ഷുവർ? ഓക്കെ. അപ്പം എത്ര കൊടുക്കണമെന്ന് എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയും ചേട്ടാ പെണ്ണ് ചിലപ്പോൾ കൂടുതൽ ചോദിക്കും, ചേട്ടാ കൊടുക്കണ്ട, മാക്സിമം ഒരു 100 രൂപ കൊടുത്താൽ മതി എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ടിപ്പ് മേടിച്ചാൽ ഞാൻ ടിപ്പ് കൂടുതൽ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, ഞാനൊരു ടിപ്പ് അവരോട് പറയും, ആ പൈസ ആ പെണ്ണുക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ കൂടുതൽ മേടിക്കും, അതെൻ്റെ കാര്യം. മറ്റുള്ള പെണ്ണുങ്ങൾക്ക് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു തരും. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എനിക്ക് ഇത്ര പൈസ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പൈസ അവന്മാരോട് പറയും ഇത് കൊടുത്താൽ മതി, ഒരു 100 ദിർഹംസ് കൊടുത്താൽ മതി, ഓക്കെ സെറ്റല്ലെന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവളോട് കൂടുതൽ മേടിക്കാൻ പാടില്ല, 100 ഞാൻ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്, ചെല്ലുക, ആ ചേട്ടൻ നല്ല രീതിയിൽ ഹാപ്പിനെസ് ആക്കി വിടുക, ഓക്കെ എന്ന് പറഞ്ഞ് കയറ്റി വിടും. ഞാനിതാണ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഹാപ്പിനെസ് പോരാ എന്ന് കസ്റ്റമർ പറയുകയാണെങ്കിൽ ഞാൻ വേറെ മാറ്റി കൊടുക്കും. അതല്ല, ഞാൻ എന്നോട് ചോദിക്കും, ഞാൻ പറയും ചേട്ടൻ ഞാൻ ഇതൊക്കെ ചെയ്തു തരുള്ളൂ, ഇങ്ങനെയൊക്കെയാണ്, ചേട്ടൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഇതിന് ഇത്ര പൈസ എനിക്ക് വേണം. അപ്പം അത് പോരാ എന്ന് പറയുമ്പോൾ ഓക്കെ ഇതിൽ നോക്കിക്കോ ആരാണ് വേണ്ടത് എന്നും ടാബ് കാണും. മൊബൈലല്ല കേട്ടോ, മൊബൈൽ പെണ്ണുങ്ങളില്ലേ,
ടാപ്പ് കാണിച്ചു കൊടുക്കും. സെറ്റ് ഓക്കെ എന്ന് പറയും, കയറ്റിവിടും. ഓക്കെ, അല്ലാണ്ട് എനിക്ക് കൊടുത്തെങ്കിൽ ഞാൻ കൊടുത്തു തന്നെ പറയും. ഓക്കെ, ഞാൻ എനിക്ക് ഈ ദുബായിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പറയേണ്ട ആൾക്കാരുടെ കടന്ന് പറയത്തുള്ളൂ. എനിക്കൊരു മൈര് അയക്കാനും പോണില്ല പറഞ്ഞു വെച്ചിട്ട്. ഞാൻ ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്കാരെ നല്ല വിശ്വാസമാണ്. ഞാൻ അങ്ങനെ ചെയ്യേയില്ല. തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല കേട്ടോ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് അങ്ങ് ബേറൽ വെച്ച് 4 വർഷത്തിന് മുന്നേ അത് ഞാൻ ഓക്കെ, ഞാൻ സമ്മതിച്ചു തരും. വേറെയല്ല ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞ ഉണ്ടാക്കി തരാം. അത് ഞാൻ സത്യം ചെയ്യില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദുബായ് ഇല്ല കേട്ടോ, എനിക്കിതിനോട്ട് താല്പര്യവും ഇല്ല. പിന്നെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒരാണ് വരുമ്പം അവന് മസാജ് ചെയ്ത് അവന് കുലുക്കി കൊടുക്കുന്നത് തെറ്റാണോ? ആണോ? അത് നമ്മുടെ ഒരു ജോലി. അവൻ്റെ കുണ്ണ നമ്മുടെ സാമാന്യം കയറുന്നില്ലല്ലോ. ആ, അത്ര ചിന്തിച്ചത്. ഞാൻ എന്തായാലും തലക്കല സാമാനം കൊടുക്കാറുമില്ല കേട്ടാ. ബാക്കിയൊക്കെ ഓക്കെ, അവരെ സൂചിപ്പിച്ചൊക്കെ കൊടുക്കും.